ധൈര്യമില്ലാതെ. നീ എന്തിനു വിഷമിക്കുന്നു? അയാൾ എന്നെ അപമാനിപ്പിക്കുമെന്നാണ് എന്റെ ഭയം. നിന്നെങ്ങനെ അവമാനിപ്പിക്കും? അവൾ ഇവിടെ നിന്ന് ചീത്തയായി. അയാളാണ് ഇതിനൊക്കെ കാരണക്കാരൻ. അയാൾ അവളെ കൊണ്ട് എന്റെ പേര് പറയിപ്പിച്ചാലോ? അങ്ങനെയൊക്കെ പേടിച്ചാ ഈ ലോകത്ത് ജീവിക്കാൻ ഒക്കുമാണ്. വയ്യ ചേച്ചി, എനിക്ക് അപമാനങ്ങളൊന്നും സഹിക്കാൻ വയ്യ. ഇത്രയും കാലം ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും മാന്യനായി ഞാൻ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും കേട്ടാൽ ഞാനത് സഹിക്കുകയില്ല ചേച്ചി, സഹിക്കുകയില്ല. അതെന്താ, നീ ഒന്നും വിചാരിച്ച് വിഷമിക്കണ്ട. അവൾ ചീത്തയായി, നമ്മൾ അവളെ പറഞ്ഞു വിട്ടു, അത്ര തന്നെ. നീ പോയി കിടന്നുറങ്ങടാ. എന്താ ശങ്കുപിള്ളേ, സ്വന്തക്കാർ വല്ലതും ചത്തുപോയോ? വിഷമിച്ചിരിക്കുന്നു. ഓരോ കാര്യം ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. എന്താ കാര്യം ആലോചിക്കുന്നേ? എന്നാലും സാറിങ്ങനെ ആ പെണ്ണിനെ ചതിക്കരുതായിരുന്നു അല്ലേ? സാറിന് തന്നെ അറിയാമല്ലോ. എടോ ശങ്കുപിള്ളേ, ഞാൻ ചതിക്കുന്നവനായിരുന്നെങ്കിൽ ഇവളെയല്ല, ഇവളുടെ കൊച്ചമ്മയില്ലേ ആ ഗിരിധരയോഗിയുടെ ശിഷ്യ, അവളെ ചതിക്കുമായിരുന്നു. എന്ത് ചെയ്യാം, ഹൃദയമുള്ളവനായിപ്പോയി. പിന്നെ സാർ എന്തിനാ പൊന്നമ്മ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? എനിക്ക് ആവശ്യമില്ലാത്ത കാര്യമായി പോയി എന്ന് തോന്നായികയല്ല. ഇത്തരം മണ്ടത്തരങ്ങൾ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട് ശങ്കുപിള്ളേ. രാഘവ, എന്തോ? നീ പൊന്നമ്മയ്ക്ക് കാപ്പി വാങ്ങാൻ കൊടുത്തോ? കൊടുത്തു. അവള് കുടിച്ചോ? ഇല്ല, അവിടെ ഇരുന്ന് കരയുന്നു. എടാ, നിന്റെ ഹൃദയവും മനുഷ്യത്വവും ഈ മാന്യന്മാരെന്ന് പറയുന്നവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ അനന്തൻ, ക്ഷമിക്കണം, ഞാൻ മിസ്റ്റർ അനന്തൻപിള്ള ഒന്ന് കാണാൻ വന്നതാ. അവനെവിടെ ഇല്ല. എവിടെ പോയി? നാട് വിട്ടുപോയി. നേരം പോക്ക് കേൾക്കാനല്ല ഞാൻ വന്നത്. നിങ്ങളോട് നേരം പോക്ക് പറയാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്റെ സഹോദരൻ അപമാനം ഭയം കൊണ്ട് നാട് വിട്ടുപോയി. നേരാണ് നിങ്ങൾ ഈ പറയുന്നത്. നേരം പോക്ക് പറയാമെന്ന കാര്യമല്ലല്ലോ. അവൻ അവന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് വീട്ടിൽ കയറ്റി. അയാൾ അവിടെ ജോലിക്ക് നിന്നിരുന്ന പെണ്ണിനെ ഗർഭവതിയാക്കി. ആ വേദനയും അപമാനവും സഹിക്ക വയ്യാതെ അവൻ നാട് വിട്ടു. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മുഴുവൻ മനസ്സിലായില്ല. നിങ്ങളുടെ സഹോദരൻ ഒരു ഭീരുവാണെന്ന് മനസ്സിലായി. നിങ്ങൾ കാരണം. ഇതാ, ഇത് വായിച്ചു നോക്കൂ. എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വിട്ടേക്കൂ സരസ്വതി. നിങ്ങളുടെ ഹൃദയം വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടും അനന്തനെ പോലെ ഞാനൊരു ഭീരുവല്ലാത്തത് കൊണ്ടും ചില കാര്യങ്ങൾ തൽക്കാലം ഒളിച്ചു വയ്ക്കുന്നു. മുറുക്കാറുണ്ടോ ശങ്കുപിള്ള? ഉണ്ട്. ആ, ഞാൻ മുറുക്കാറില്ല. സിഗരറ്റ് വേണമെങ്കിൽ ഒന്ന് വലിക്കൂ. വേണ്ടേ? എന്നാ പോയി കുളിക്കാൻ വേണ്ടി ചെയ്തൂടെ? ഞാൻ കുളിച്ചുകൊണ്ടു ഇങ്ങനെ ഇവിടെ കൂടിയാ മതിയോ? പിന്നെ എന്ത് വേണം? പൊന്നമ്മ വിളിച്ചോണ്ട് പോണോ? വിളിച്ചോണ്ട് വെക്കോ. സാർ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത് ആ, അങ്ങനെ ഒരു അപകടം പറ്റി. അവളിപ്പോ എന്ത് ചെയ്യുന്നു? കുത്തിയിരുന്ന ഒരേ കരച്ചില്ല. അവളുടെ കുറ്റം കൊണ്ട് തന്നെയാ. ഇനിയിപ്പോ കരഞ്ഞിട്ട് എന്ത് പ്രയോജനം? ഇതിനൊന്നും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ശങ്കുപിള്ളേ. അവളുടെ വീട്ടിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അടുക്കള പണിക്കിറങ്ങി. യുവത്വവും വികാരങ്ങളും പാവങ്ങൾക്കും ഉണ്ടല്ലോ. അവളുടെ മനസ്സിനിണങ്ങി ഒരു ചെറുപ്പക്കാരൻ സമീപിച്ചപ്പോൾ വഴങ്ങി കൊടുത്തു. ശരിയാ, ഇതാർക്കും പറ്റാവുന്ന തെറ്റാണ് ശങ്കുപിള്ളേ. ശരിയാ. നമ്മ കഴിയുന്ന സഹായം ചെയ്യുക. എന്ത് പറയുന്നു? ശരിയാ. ഈ ശരിയാ ശരിയാ ശരിയാന്ന് പറഞ്ഞാ പോരാ. ഇനി അങ്ങോട്ട് അവളെ നോക്കേണ്ടത് താനാണ്. അയ്യോ സാറേ, ആ കൊച്ചെനിക്ക് സ്വന്തം മകളെ പോലെയാ. എനിക്ക് സ്വന്തം പെങ്ങളെ പോലെയാ. അവക്കിപ്പോ ആവശ്യം അച്ഛനും ആങ്ങളെയും അല്ലല്ലോ. ഇപ്പൊ താൻ യുക്തിയായിട്ടൊരു കാര്യം പറഞ്ഞു.
പൊന്നമ്മേ, പൊന്നമ്മേ, നിനക്ക് വീട്ടിൽ പോണം. ഇനി നിന്ന് കിണുങ്ങിയിട്ട് കാര്യമില്ല, നീ പോകുന്നോന്ന്. പിന്നെ എന്ത് ചെയ്യാനാ ഉദ്ദേശം? അനന്തനെ കണ്ട് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആ ഭീര് നാട് വിട്ട് ഓടിയിരിക്കും. അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. നീ നിന്റെ വീട്ടിൽ വയ്ക്കും. ഞാൻ പോവുകയില്ല, ഞാൻ പോവുകയില്ല. ഒറ്റയ്ക്ക് കഴിയാമോ? ഞാനെന്നാൽ ഒരു കൊച്ചു വീടെടുത്ത് തരാം, അവിടെ താമസിച്ചോണം. ശങ്കുപിള്ള ഉണ്ടല്ലോ, പോരെങ്കിൽ രാഘവൻ നിനക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തരും. എന്താ, ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞതുപോലെ അനുസരിക്കാൻ സമ്മതമാണോ എന്നാ ചോദിച്ചത്. എന്നാൽ പൊന്നമ്മേ, നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. നിന്റെ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ അനന്തനാണെന്ന സത്യം മാത്രം കുറെ നാളത്തേക്ക് നീ ആരോടും പറയരുത്. എന്താ? രാഘവ, എടാ രാഘവ. എന്തോ? ഞാൻ പറയുന്നത് നീ അനുസരിക്കുമല്ലോ. എന്നാൽ നീ ഇനി കരയരുത്. ഇനി വാ. നിനക്ക് പൊന്നമ്മയോട് പിണക്കമാണോ? അവളോട് പിണങ്ങരുത്. അവൾ എന്റെ കൊച്ചു പെങ്ങളാണ്. ഞാൻ അവളെ നിന്നെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. സാർ എവിടെ പോകുന്നു? എനിക്ക് ബോംബെക്ക് സ്ഥലം മാറ്റം കിട്ടി. അപ്പോ സാറ് ഞാൻ നിങ്ങളുടെ താമസം ശരിയാക്കി രാഘവൻ ഒരു ചെറിയ ജോലിയും വാങ്ങി തന്നിട്ടേ പോവൂ. നിങ്ങളുടെ എന്ത് കഷ്ടപ്പാടുകളും എന്ത് ബുദ്ധിമുട്ടും എന്നെ എഴുതി അറിയിക്കണം. എന്നെ സ്നേഹിക്കാൻ അധികം ആരുമില്ല, എനിക്ക് സ്നേഹിക്കാൻ. കൊച്ചമ്മേ, കൊച്ചമ്മേ, കൊച്ചമ്മേ. സാർ തന്നേച്ചും പോയി. എവിടെ പോയി? ഈ നാട്ടിൽ നിന്നങ്ങ് പോയി. എഴുത്താൻ. നീ ഇപ്പോൾ എവിടെയാണ്? പൊന്നമ്മയുടെ കൂടെ. അവിടെ നിന്നെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കാണോ അയാള്? ആ, കമ്പനിയിൽ ജോലിയും വാങ്ങിച്ചു തന്നു. നീ എന്നാൽ പോയിക്കോ. ഓ, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എന്റെ സരസ്വതിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ കത്ത് തുറന്ന് വായിക്കൂ, അല്ലെങ്കിൽ ഉടൻ തന്നെ കീറിക്കളഞ്ഞേക്കൂ. ഞാൻ പോവുകയാണ്. ഞാൻ സ്നേഹിച്ചവരിൽ നിന്ന് വിടവാങ്ങുകയാണ്. പുറപ്പെടുന്നതിന് മുൻപ് കണ്ട് യാത്ര പറയണമെന്നുണ്ടായിരുന്നു. അതും വേണ്ടെന്ന് വെച്ചു. എനിക്ക് ചെയ്തു തന്ന സഹായങ്ങൾക്ക് ഞാൻ എന്നുമെന്നും കടപ്പെട്ടവനാണ്. നന്ദിയില്ലാത്തവനും സ്നേഹമില്ലാത്തവനും അല്ല അപ്പുക്കുട്ടൻ എന്ന് ധരിക്കണമെന്ന് മാത്രം ആശയുണ്ട്. സ്നേഹപൂർവ്വം അപ്പുക്കുട്ടൻ. എന്റെ മാനം കളഞ്ഞു കൊടുത്തല്ലോ. എടീ, നിന്റെ പൂർവ്വം മതി അത് ശരിപ്പെടുത്തി കളയുന്ന. എന്തുവാ ഇത്? എന്തുവാ? എന്താ നിനക്ക് നാളെ മാനം കൊണ്ടോണം. ആഴുതേ എടീ, രണ്ടും കെട്ട് നടന്നവളെ നിന്നോട് ആര് പറഞ്ഞത് ചെറുക്കനെ മയക്കിയെടുക്കാൻ? അമ്മയുടെ പാട്ടിന് പോ. നീ ആരാ എന്നോട് പോവാൻ പറയാൻ? എടീ, നീ കണ്ടോനെ പിടിച്ച് ചെറുക്കം ഉണ്ടായിക്കോട്ടെ. എന്റെ മണ്ട ചെറുക്കനെ തട്ടിയെടുത്ത് എമ്പടി ഭയങ്കരി. ഞാൻ ഈ ആക്ഷേപം ഇങ്ങനെ സഹിക്കും. നിനക്കെന്ത് പറ്റിയടി മോളെ? കുന്തം
ഈ പൊട്ടൻ ചേട്ടൻ എന്റെ മുഖത്ത് കൈ കഴിച്ചില്ലേ? ഇരുതര യോഗി ശുശ്രൂഷിച്ച് അന്തസ്സായിട്ട് കഴിയുന്നവളാ ഞാൻ. ആ യോഗിക്കാണെങ്കിൽ സരസ്വതി മേഘാളും വിശ്വാസമാണ് എന്നെ. ഈ പൊട്ടൻ ചേട്ടൻ കാരണം എന്റെ ബട്ടിക്ക് പോലും കളങ്കം വന്നല്ലോ. ഇന്ന് ഞാൻ അവളെ ശരിപ്പെട്ടു. നീ കുറെ വിലസി വിലസി അതിന്റെ ഈ വീട് കയറും കൊണ്ട് നടക്കുന്നത്. ഇവിടെ ഇറങ്ങിപ്പോകാൻ ഒക്കെയില്ല. എന്ത് പറഞ്ഞു? ഇവിടെ ഇറങ്ങിപ്പോകാൻ ഒക്കെയില്ലെന്ന്. ആഹാ, എന്നാലും ഒന്ന് കാണാമല്ലോ. ഇറങ്ങടി പറ്റി. പൊന്നമ്മേ തൊട്ടുപോയത്. നീ പോരാ അവിടുന്ന്. പൊന്നമ്മേ തൊട്ടാൽ കൊന്നു കളയും. എന്തുവാണ് ഇവിടെ ഈ ബഹളം? നാട്ടുകാർ കൂടി ജീവിക്കിട്ടുള്ള എന്തുവാണ്? ഒന്നുമില്ലെന്ന്. എന്റെ കുറിപ്പട്ടാ നിങ്ങളെ കാണുന്നില്ലേ? അവനെ മുതൽ പ്രശ്നത്തിന് എവിടെ വെച്ചോണ്ടിരിക്കുന്നത്. ഏതാടാ ഈ പെണ്ണ്? ആർക്കാടി എനിക്ക് കൊച്ചിന്റെ വയറ്റിലിട്ട് നടക്കുന്ന ശാപം. നീളൊന്നും മിണ്ടായിരുന്നല്ലേ? മിണ്ടായിരിക്കണം. എന്റെ കുറിപ്പണ്ണനൊന്ന് ചോദിക്കും, ഇവിടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ തന്ത ആരാന്ന്. തന്ത ആരാടി? ആരാണെന്ന് പറയടി. ആരാടി തന്ത? ഞാനാ. പിന്നെ എന്തോന്നിനാ തള്ളേ നിങ്ങൾ ഈ കിടന്ന് കയറ് പൊട്ടിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ പാട്ടിന് പോ. അതെ അതെ, അത് ന്യായം. അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടമാണെങ്കിൽ അവര് തോന്നി പോലെ അങ്ങ് കഴിഞ്ഞോട്ടെ. വരണ്ടേ? നമുക്ക് പോവാം. വഴക്കും കുട്ടി തന്നെ. കേട്ടോടി മോളെ, ഉള്ളതാന്നോടാ മോനെ? അതെ. എന്നാ പിന്നെ നിനക്ക് നേരത്തെ അങ്ങ് പറഞ്ഞുകൂടായിരുന്നു? എന്തോന്നറി മോളെ അടുപ്പില്? കപ്പ. എന്തോന്ന് നോക്ക്. എന്തെങ്കിലും എനിക്കുള്ളത് ഇങ്ങതാ. ഞാൻ അങ്ങ് പോട്ടെ. നേരെ അങ്ങ് പോയി. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എന്റെ സരസ്വതിക്ക് പൊന്നമ്മയും വിളമ്പി കഴിക്കൂ. വേണ്ട, രാഘവൻ ചേട്ടൻ കഴിക്കൂ. ഞാൻ പിന്നെ കഴിച്ചോളാം. വേണ്ട വേണ്ട, മതി. കുറച്ചും കൂടെ. വേണ്ട, ഞാൻ കഴിക്കൊള്ളാം. ഞാൻ കഴിക്കൊള്ളാം. വേണ്ട വേണ്ട. കുഞ്ഞ് രാവിലെ എവിടെ പോകുന്നു? ആശ്രമത്തിലേക്ക്. ആശ്രമത്തിൽ ആരിയിരിക്കുന്നു? ശങ്കുനായരെ, എന്റെ വിശ്വാസത്തിന് ആരും ചോദ്യം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആശ്രമ കാര്യങ്ങളിൽ അല്പം വിശ്വാസക്കുറവ് വന്നതിന്റെ മനോവേദന ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഞാൻ മറ്റൊന്നും കൊണ്ടും ചോദിച്ചതല്ല കുഞ്ഞെ. ഗിരിധരയോഗി സ്ഥലം വിട്ടല്ലോ എന്ന് ഓർത്ത് ചോദിച്ചതാ. യോഗി എവിടെ പോയി? അത് കൊള്ളാം. കുഞ്ഞറിഞ്ഞില്ലേ? യോഗി ഇന്നലെ രാത്രി നമ്മുടെ മീനാക്ഷിയും കട്ടുകൊണ്ട് സ്ഥലം വിട്ടു. നേരം വെളുത്തപ്പോ നാട് മുഴുവൻ പാട്ടായി. ആശ്രമത്തിൽ പോയിരുന്ന പെണ്ണുങ്ങൾ ആരും ഇന്ന് പെരയ്ക്ക് പുറത്തിറങ്ങിയിട്ടില്ല. അല്ല, യോഗി ഇല്ലെങ്കിലും കുഞ്ഞിനെ ആശ്രമത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. കുഞ്ഞിന് എന്നോട് വിഷമം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല.
എന്റെ മോളും സ്വാമിയും കൂടെ വല്ലയിടത്തും തീർത്ഥാടനത്തിന് പോയതായിരിക്കും. നിന്റെ മക്കൾ മാത്രമല്ല ഇങ്ങനെയായി പോയത്. തള്ളയുടെ ഗുണമാ ചതച്ചുകളെ ഞാൻ. ആരടാ? കുട്ടിയേട്ടാ ആരടാ അവിടെ? ആഹാ ഇവിടെ വിടരുത്. ആ യോഗ്യം പെണ്ണിനെ ഇവൻ കൊണ്ടു തരണം. പെൺപിള്ളേരെ മോഷിക്കാനായി ഇവനൊക്കെ ഇങ്ങനെ നടക്കുന്നത്. നിർമ്മല കണ്ണു തുറക്കടാ. നിന്റെ വേല അങ്ങ് കയ്യിൽ ഇരിക്കട്ടടാ. തുറക്കടാ കണ്ണു. കൊണ്ടുകൊടുക്കടാ, അല്ലെങ്കിൽ ചെള്ളക്കടി വീഴും. എവിടാ നിന്റെ ആശാനം മീനാക്ഷി? എന്നെ കൂടി തയ്ച്ചുള്ളതാണ് ആ യോഗി മീനാറ്റിയെ കൊണ്ടുപോയത്. ഇനി നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ അതും ആലോചിച്ചുകൊണ്ടിരിക്കാം. ഇനി വല്ല ഷോറിന് ടിക്കറ്റും വിറ്റ് ജീവിക്കാം. കൊള്ളാം. കൊടുക്കണമുണ്ട്. കൊണ്ടുകൊടുത്തിട്ടുണ്ട്. ശരി കൊടുക്കും.